ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഒരു ചൈന ഗ്രാസോ ജലാറ്റിനോ അഗരോ ഒന്നും തന്നെ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടില്ല. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അതേസമയം വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് രുചിയാണ് ഈ പുഡിങ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്കൊരു പാനിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഇതുപോലുള്ള മെഷറിംഗ് കപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പിന് നിങ്ങൾക്ക് മെഷർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുൻപ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു കുട്ടി മെസ്സേജ് ചെയ്തിരുന്നു, കാരമൽ ചെയ്തത് ആകെ കട്ട പിടിച്ച് പോയി എന്നൊക്കെ. അത് ഒരുപാട് പേരുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് കാരമലൈസ് ചെയ്ത് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുലയോ ഒന്നും നമ്മൾ തട്ടിക്കരുത്. ആ വെള്ളം അങ്ങ് തനിയെ സ്പ്രെഡായി വന്നിട്ട് പഞ്ചസാര ഒന്ന് ഉരുകി വന്നു എന്ന് തുടങ്ങിയാൽ നമുക്ക് എവിടെയെങ്കിലും പഞ്ചസാര ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത്ര മാത്രം ചെയ്ത് കൊടുക്കുക. പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയാൽ നിങ്ങൾ സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുലോ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. പഞ്ചസാര എല്ലാം ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കാരമലായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുത്തത്. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ശരിയാവാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര ഉരുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉരുക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ചെറുതായിട്ട് ബ്രൗൺ കളറായാൽ വളരെ കുറഞ്ഞ തീയിൽ വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ പഞ്ചസാര ഉരുകി വന്നാൽ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉപ്പില്ലാത്ത ബട്ടറാണ്. ഉപ്പുള്ള ബട്ടറാണെന്നുണ്ടെങ്കിലും യാതൊരു കുഴപ്പമില്ല. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉപ്പുള്ള ബട്ടറാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഉപ്പ് നിങ്ങൾ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും എവിടെയും പോകരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കണം. കാരണം എപ്പോൾ വേണമെങ്കിലും അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് അങ്ങ് മാറും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി വന്നാൽ ഇതിലേക്ക് ഞാൻ ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 125 ml ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ വരുന്ന ക്രീം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ തിക്ക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. തിക്കായിട്ടല്ലാത്ത ക്രീം ഉണ്ടെങ്കിലും നിങ്ങൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അമൂലിൻ്റെ ഫ്രഷ് ക്രീം ആണെങ്കിൽ നല്ലതായിരിക്കും. നല്ല ടേസ്റ്റാണ് അമൂലിൻ്റെ ഫ്രഷ് ക്രീം വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. ക്രീമും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും വളരെ കുറഞ്ഞ തീയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഇതെല്ലാം ഈ സ്റ്റെപ്പ് എല്ലാം വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തിക്ക് ക്രീം വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഇത്തിരി ലൂസായിട്ടല്ലേ കിട്ടുക, അത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ബാക്കിയുള്ള അതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ബീറ്റ് ചെയ്തതല്ല ബീറ്റ് ചെയ്യാത്തത് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാരമൽ ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്കിതിലേക്ക് പാല് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ പാല് ചേർക്കുന്നുണ്ട്. 250 ml കപ്പാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോസസ്സ് എല്ലാം വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരിക്കലും മീഡിയം ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് ചെയ്യരുത്. പാലും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വരാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയം എത്തിയാൽ നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളമല്ല പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണും വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ നേരിട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കട്ട പിടിച്ച് പോകും. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ട. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ പാലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മുഴുവനായിട്ട് 1.25 കപ്പ് അളവിൽ പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് തുടങ്ങാം. വളരെ കുറഞ്ഞ തീയിലിട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് തുടങ്ങാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ തിക്കായിട്ട് വരും. അതുവരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം, കോൺഫ്ലോർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മൈദയും ഗോതമ്പ് പൊടിയൊക്കെ യൂസ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് തന്നെ കിട്ടും. പക്ഷേ കോൺഫ്ലോർ ആണ് ഒന്നുകൂടി ടേസ്റ്റ്. കോൺഫ്ലോർ ഇല്ലാത്തവർ മാത്രം മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ നിങ്ങൾ യൂസ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്, അതായത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജാണ് നമുക്ക് ആവശ്യം. ഇതിനേക്കാളും ഒരല്പം കൂടി തിക്കായി വന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതാ ഈ സ്റ്റീൽ ബൗളിലാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ ഇതിലേക്ക് ചൂടോടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ ഇതിന് ചൂട് മുഴുവനായിട്ട് മാറിയിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടോടെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ലെവൽ ചെയ്തതിന് ശേഷം ഞാനിത് ഓവർ നൈറ്റാണ് വെക്കുന്നത്. നമുക്കൊരു 8 മണിക്കൂറിന് മുകളിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ഓവർ നൈറ്റാണ് വെച്ചിട്ടുള്ളത്. ഒരു കത്തി വെച്ചിട്ട് നമുക്കതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അകറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് തുറന്ന് കാണിച്ചു തരാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചാലും മതി വരില്ല, അത്രയ്ക്ക് രുചിയാണ്. ഇപ്പം ടോഫി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളത്? അപ്പോൾ ടോഫി പുഡിങ്ങിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഡെക്കറേഷനായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്